ഇവളത് അറിയാതെ പറഞ്ഞു പോയതാ. സാറൊന്ന് ക്ഷമിച്ചേക്ക്. ഋതു ഒന്ന് വന്നേ. ഇങ്ങോട്ട് വരാൻ വാ. കേട്ടില്ലേ അവള് പറഞ്ഞത്? 10 ഗുണം 10 ഗുണം. തള്ളയുടെ അതേ അഹങ്കാരം അവക്ക്. മുളയിലേ നുള്ളണമായിരുന്നു. ഋതു എന്താ? ആരോടാണ് ഋതു സംസാരിച്ചെന്ന് ഓർമ്മയുണ്ടോ? നല്ല ഓർമ്മയുണ്ട്. എന്റെ അച്ഛനോട്. എന്താ, അതെന്റെ അച്ഛനല്ലായിരുന്നോ? സാറിനോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അതെന്താ വർമ്മ സാറിനോട് അങ്ങനെ സംസാരിച്ച? അച്ഛനാണെന്ന് വെച്ച് എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞൂടെ? വർമ്മ സാറിനോട് ഇങ്ങനെയൊന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതെ, ആരും ഇതുവരെ പറയാത്തത് കൊണ്ടാണല്ലോ എന്റെ അച്ഛൻ നിന്ന് ഓരോ ആപത്തിൽ പെടുന്നത്. ഋതു, ഞാൻ എന്തെങ്കിലും എന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ അച്ഛന്റെ നല്ലതിന് വേണ്ടിയാ. അച്ഛൻ വെറുതെ മറ്റുള്ളവരുടെ മുൻപില് നാണം കെടാതിരിക്കാനാ. ആയിക്കോട്ടെ, എന്നാലും ഇപ്പൊ ചെയ്തിത്തിരി കൂടിപ്പോയി. ഇവര് തമ്മിൽ ഇങ്ങനെ വഴക്കിടാറില്ലല്ലോ. എന്തോ തക്കതായ കാരണമുണ്ട്. ഞാനും അച്ഛനും തമ്മിലുള്ള പ്രശ്നങ്ങള് ഞങ്ങൾ പരിഹരിച്ചോളാം. രാജു അതിൽ ഇടപെടണ്ട. നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഋതു. നിനക്കിപ്പോ എന്താ പറ്റിയേ? എനിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ലേ? അറിയില്ലേന്ന് എല്ലാരും എന്നോട് വിശ്വാസവഞ്ചനയെ കാണിക്കുന്നത്. അത് അച്ഛനായാലും ഭർത്താവായാലും. ഞാൻ വെറും വിട്ടിയാ, വെറും പമ്പര വിട്ടി. ഋതു മുള്ളും മുനയും വെച്ച് സംസാരിക്കുന്നത് നന്ദനയുടെ പ്രശ്നമാണ്. ഋതുവിന് സംശയം തുടങ്ങിയിരിക്കുന്നു. ഇതെങ്ങനെ ക്ലിയർ ചെയ്യൂ എന്റെ ഭഗവാനെ? എല്ലാവരും വലിയ ബുദ്ധിമാന്മാർ. എന്നെ എങ്ങനെ പറ്റിക്കാലോ? ഞാൻ ഒരു മണ്ടിയല്ലേ? നീ എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ മനസ്സിൽ വെച്ചോണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഒരു തെറ്റിദ്ധാരണയുമില്ല. എനിക്ക് എല്ലാവരോടും എല്ലാ കാര്യത്തിലും നല്ല ധാരണയുള്ളത്. എല്ലാവർക്കും ഒന്നല്ല, ഒന്നിലധികം മുഖങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കാതെ പോയി. മുഖംമൂടികൾ അണിഞ്ഞല്ലേ എല്ലാവരും നടക്കുന്ന. ഈ ചതിയന്മാരുടെ ഇടയിൽ നിന്ന് ജീവിച്ച് മടുത്തു ഞാൻ. ഇനി വയ്യ. വല്ലയിടത്തേക്കും പോയാ മതിയായിരുന്നു. വഞ്ചകന്മാർ. എന്റെ വീണ്ടും വിചാരക്കുറവ് കൊണ്ട് പറ്റിയ ഒരു ചെറിയ പിഴവ്, അത് കൊടുങ്കാറ്റ് പോലെ വളരുകയാണല്ലോ ഭഗവാനെ. ഇത്തരം ഒരു റിലേഷൻസും ഇല്ലാത്ത ആളാണല്ലോ രാജു. അങ്ങനെയാ രാജുവിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.